ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ന്യൂ NCERT 5ാം ക്ലാസ് ചാപ്റ്റർ 10 ആണ്. അപ്പോൾ പ്രീവിയസ് നമ്മൾ കഴിഞ്ഞു പോയ എക്സാമിനൊക്കെ കണ്ടു. നമുക്ക് അറിയാം ന്യൂ NCERTക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നു. നമ്മൾ എടുത്ത 5ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് തന്നെ വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വരുന്ന BFA ആൻഡ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് LGS എല്ലാത്തിനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ന്യൂ NCERT. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് എടുക്കാം വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. ഓക്കെ, അതിലാദ്യം തന്നെ എന്താണ് സൂര്യൻ? സൂര്യൻ ഒരു നക്ഷത്രമാണ് അല്ലേ? സൂര്യൻ എന്താണ്? ഒരു നക്ഷത്രമാണ്. സൂര്യൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം കൂടിയാണ്. ഓക്കെ, സൂര്യൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രമാണ്. എന്താണ് നക്ഷത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം കത്തുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ നക്ഷത്രങ്ങൾ വളരെ കൂടിയ അളവിൽ താപവും പ്രകാശവുമാണ് പുറത്തുവിടുന്നത്. ഓക്കെ, നക്ഷത്രങ്ങൾ പുറത്തുവിടുന്നത് എന്താണ്? താപവും പ്രകാശവുമാണ്. സ്വയം കത്തുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടത്തെ നമ്മൾ പറയുന്നത് ഗാലക്സികൾ എന്നാണ്. ഓക്കെ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ഗാലക്സികൾ എന്ന് പറയുന്നു. നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി കാണുന്നു. ഓക്കെ, അപ്പോൾ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടന്നുകൊണ്ട് ചെരിഞ്ഞു പോകുന്ന സംഭവം എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപവർത്തനാണ് അല്ലെ? അപവർത്തനം. ഓക്കെ, അപവർത്തനം, റിഫ്രാക്ഷൻ. ഓക്കെ, ഈ റിഫ്രാക്ഷൻ സംഭവിച്ചുകൊണ്ടാണ് നമുക്ക് എന്ത് കാണുന്നത്? നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപവർത്തനം മൂലമാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി നമുക്ക് തോന്നുന്നത്. റിഫ്രാക്ഷൻ മൂലം, അതായത് നക്ഷത്രത്തിൽ നിന്ന് പ്രകാശം അന്തരീക്ഷത്തിലേക്ക് നേർരേഖയിലൂടെ കടന്നു വരുന്നു. അന്തരീക്ഷത്തിലേക്ക് കടന്നു ചെല്ലുന്നതോടുകൂടി ഈ നേർരേഖയിൽ വന്ന പ്രകാശം എന്തായി പോകുന്നു? ദിശാ വ്യതിയാനത്തിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപവർത്തനം എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ പറഞ്ഞെടുക്കാവുന്നത്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത്. അപവർത്തനം മൂലമാണ് നക്ഷത്രങ്ങൾ മിന്നുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്വയം കറങ്ങുകയോ സൂര്യനെ വലം വയ്ക്കുകയോ ചെയ്യുന്ന ആകാശഗോളങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ഗ്രഹങ്ങൾ എന്ന് പറയുന്നു. ഗ്രഹങ്ങൾ എന്താണ്? സ്വയം കറങ്ങുന്നതിനോടൊപ്പം കൂടി സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾ ഒരിക്കലും ചൂടോ പ്രകാശമോ നക്ഷത്രത്തെ പോലെ പുറത്തേക്ക് വിടുന്നില്ല. പക്ഷേ സൂര്യൻ എന്ന നക്ഷത്രത്തിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്? ചൂടും പ്രകാശവും ലഭ്യമാക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ഗ്രഹങ്ങളാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. എങ്കിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനക്കാരൻ ശനിയാണ്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം യുറാനസ് ആണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്രമത്തിലാണ് കൊടുത്തത്. നമ്മുടെ 8 ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ, പ്രഭാത നക്ഷത്രം പ്രദോഷ നക്ഷത്രം ശുക്രൻ, ജീവൻ നിലനിൽക്കുന്ന ഗ്രഹം ഭൂമി, ചുവന്ന ഗ്രഹം ചൊവ്വ, ഏറ്റവും വലിയ ഗ്രഹം ശനി, വലിപ്പത്തിൽ 2ാം സ്ഥാനം ശനിക്ക്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം, വലിപ്പത്തിൽ 2ാം സ്ഥാനക്കാരൻ ശനി, ഏറ്റവും തണുപ്പുള്ള ഗ്രഹം യുറാനസ്, സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. ഇനി സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നിക്കോളാസ് കോപ്പർനിക്കസ് എന്നറിയപ്പെടുന്ന പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് തെളിയിച്ച വ്യക്തിയാണ് നിക്കോളാസ് കോപ്പർനിക്കസ്, പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനാണ്. ഇനി സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ, മിൽക്ക് വേ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി ഏതാണ്? ക്ഷീരപഥമാണ് അഥവാ ആകാശഗംഗ, മിൽക്ക് വേ. ഇതിലെന്തുണ്ട്? കോടാനുകൂടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ചേർന്നതാണ് പ്രപഞ്ചം. ഓക്കെ, സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ, മിൽക്ക് വേ. അതുപോലെ തന്നെ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിൽ കോടാനുകോടി ഗാലക്സികൾ ചേർന്നതാണ് പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ്. ഇനി വാൽ നക്ഷത്രങ്ങളാണ്. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് നമ്മുടെ വാൽനക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ, കോസ്മെറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, വാൽനക്ഷത്രങ്ങളുടെ മറ്റൊരു പേരാണ് ധൂമകേതുക്കൾ അല്ലെങ്കിൽ കോസ്മെറ്റ്സ് എന്ന് പറയുന്നത്, കോമെറ്റ്സ് എന്ന് പറയുന്നത്.
ഇനി പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. ഏതൊക്കെ ചേർന്നുകൊണ്ടാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്? പാറ, പൊടി, ഹിമം ചേർന്നുകൊണ്ട് രൂപപ്പെടുന്നത് എന്താണ്? വാൽ നക്ഷത്രങ്ങളാണ്. സൂര്യനോട് അടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. ഓക്കെ, അപ്പൊ വാൽ നക്ഷത്രങ്ങൾ എന്നറിയപ്പെടുന്ന ധൂമകേതുക്കൾ എന്നറിയപ്പെടുന്ന കോമെറ്റ്സ് എന്നറിയപ്പെടുന്നത് പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നുണ്ടാവുന്നതാണ്. സൂര്യനോട് അടുക്കുമ്പോഴാണ് അവർക്ക് സൂര്യപ്രകാശമേറ്റ് അവരുടെ വാൽ തിളങ്ങുന്ന പോലെ നമുക്ക് കാണുന്നത്. ഓക്കെ, അടുത്തത് ക്ഷുദ്രഗ്രഹങ്ങളാണ്, ഇമ്പോർട്ടന്റ് ആണ്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാ കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ആസ്ട്രോയിഡ്. ഓക്കെ, ആസ്ട്രോയിഡ് എന്താണ്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ ചെറുഗ്രഹങ്ങൾ പോലുള്ള വെറും ശിലാകഷ്ണങ്ങളാണ് എന്ത് പറയുന്നത്? ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. പിക്ചർ തന്നിട്ടുണ്ട്. കുള്ളൻ ഗ്രഹങ്ങൾ സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഡ്വാർഫ് പ്ലാനറ്റ്സ്. ഓക്കെ, എന്താണ്? സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നുണ്ട് കുള്ളൻ ഗ്രഹങ്ങൾ. ആ ഗ്രഹങ്ങളെ, കുള്ളൻ ഗ്രഹങ്ങൾ എങ്ങനെ? ആ പേരിൽ പോലെ തന്നെ ചെറുതുമായിരിക്കും, ഗോളാകൃതിയുമുള്ള വസ്തുക്കളെയാണ് കുള്ളൻ ഗ്രഹങ്ങൾ. ഇമ്പോർട്ടന്റ്. അടുത്തത് ഉൽക്കകളാണ്. എന്താണ് ഉൽക്കകൾ? ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുന്നു. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്നറിയപ്പെടുന്നു. അപ്പൊ കൊള്ളിമീനുകൾ എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്നത് നമ്മുടെ ഉൽക്കകളാണ്. ഉൽക്കകൾ എവിടെ നിന്നാണ് വരുന്നത്? ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റുമായിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. അവ ഭൂമിയിലേക്ക് രാത്രി സമയങ്ങളിൽ അതിവേഗത്തിൽ വരുന്നു. ഈ തീപ്പൊരികൾ നമുക്ക് ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ മാത്രം കൊണ്ട് അവ എന്ത് ചെയ്യുന്നു? കത്തിത്തീരുന്നു. ഇനി നക്ഷത്ര മാസമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് ഒരു നക്ഷത്ര മാസം അഥവാ സിഡേറിയൽ മന്ത് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് നക്ഷത്ര മാസം എന്ന് പറയുന്നത്? ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ 27.3 ദിവസം വേണ്ടി വരുന്നു. അതിനെയാണ് നമ്മൾ ഒരു നക്ഷത്ര മാസം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. 27.3 ദിവസം ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ചന്ദ്രന് വേണ്ടിയിരുന്നു. അതിനെയാണ് നമ്മൾ ഒരു നക്ഷത്രമാസം എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സാറ്റലൈറ്റ്? ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപാതയിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപാതയിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്താണ് ഭ്രമണപഥം എന്നുള്ളതാണ്. സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം അഥവാ ഓർബിറ്റ്. എങ്ങനെയാണ്? സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം അഥവാ ഓർബിറ്റ് എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. എങ്ങനെയുള്ള വൃത്താകൃതിയാണ്? വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. ഓക്കെ, ഈ എല്ലാ ഗ്രഹങ്ങളും ഈ സൂര്യനെ ചുറ്റും പരിക്രമണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഭ്രമണപഥത്തിലൂടെ നടക്കാൻ വേണ്ടി സഹായിക്കുന്നത് എന്താണ്? സൂര്യനും ഗ്രഹവും തമ്മിലുള്ള ആകർഷണ ബലമാണ്. സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ. ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിന്റെ ജനാലയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്കത് നോക്കിക്കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ആരുടെ വാക്കുകളാണ്? സുനിത വില്യംസിന്റെയാണ്, ബഹിരാകാശ സഞ്ചാരിയുടെ. ഓക്കെ, അപ്പൊ ബഹിരാകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജ്യോതിർഗോളത്തിന്റെ അന്തരീക്ഷ പരിധികൾക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ബഹിരാകാശം എന്ന് പറയുന്നത്? ഒരു ജ്യോതിർഗോളത്തിന്റെ അന്തരീക്ഷ പരിധിക്ക് അപ്പുറമുള്ള മേഖലയെ നമുക്ക് എന്ത് വിളിക്കാം? ബഹിരാകാശം എന്ന് പറയാം. ഓക്കെ, നമുക്കറിയാം വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്ക് ആവശ്യ പര്യവേഷണത്തിനായി ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട്. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സൗരയൂഥത്തിലെ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണുള്ളത്. നമ്മുടെ ധ്രുവപ്രദേശങ്ങളെല്ലാം അല്പം പരന്നതും ഭൂമധ്യ രേഖാഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണുള്ളത്. ഓക്കെ, നമ്മുടെ ഭൂമിക്ക് ധ്രുവഭാഗങ്ങളിലൊക്കെ പരന്നതും ഭൂമധ്യ രേഖാപ്രദേശത്ത് ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണുള്ളത്. ഈ ആകൃതിയാണ് എന്ത് പറയുന്നത്? ജിയോയിഡ്. എന്താണ്? ജിയോയിഡ്. അപ്പോൾ ജിയോയിഡ് എന്ന
വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ ആ പദത്തിന്റെ അർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ്. അപ്പോൾ ഭൂമിയുടെ ആകൃതി എന്നാണ് ജിയോയിഡ് പദത്തിന്റെ അർത്ഥം. ധ്രുവപ്രദേശത്ത് പരന്നതും ഭൂമധ്യരേഖ ഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് നമ്മുടെ ഭൂമിക്കുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് പറഞ്ഞ ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ. അതുപോലെ തന്നെ ഗ്രീക്ക് തത്വചിന്തകരായ തെയിൽസ്, പൈതാഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്നു. പിൻകാലത്ത് നമ്മുടെ മഗല്ലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. ഓക്കെ, മഗല്ലൻ നാവികനാണ്, അദ്ദേഹം കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം 71% എന്താണ്? ജലമാണ്. അതുകൊണ്ട് തന്നെ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീല ഗോളമായിട്ടാണ് കാണുന്നത്. ഓക്കെ, നീല നിറത്തിലുള്ള ഗോളമാണ് നമ്മുടെ ഭൂമി. ഓക്കെ, എന്താണ്? 71% എന്താണ്? ജലമാണ്. അതുപോലെ ഇവിടെ ശ്രദ്ധിച്ചേ, ഭൂമിയുടെ മാതൃകയിൽ ഗ്ലോബിന് ഏത് നിറമാണ് കൂടുതൽ? നീല. ഓക്കെ, നമ്മൾ പഠിച്ചു, ഭൂപട നിർമ്മാണം എന്നുള്ള പാഠത്തിലും പഠിച്ചു, നീല നിറത്തിലാണ് നമ്മുടെ ജലാശയങ്ങളെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നീല നിറം ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ഇനി ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്ന് നമ്മുടെ ഭൂമിയെ വ്യത്യസ്തമാക്കുന്നത്. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് എന്ത് പറയുന്നത്? അന്തരീക്ഷം. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പ് എന്താണ്? അന്തരീക്ഷമാണ്. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്താൻ അന്തരീക്ഷം എന്ത് ചെയ്യുന്നു? നിർണായക പങ്കുവഹിക്കുന്നു എന്നുള്ള കാര്യവും ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കി പോരുക. ഇനി ഭൂമിയുടെ കാര്യമാണ്. ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടാൻ കാരണം ഭ്രമണമാണ്. ഓക്കെ, രാത്രിയും പകലിനു കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണം മൂലമാണ് നമുക്ക് രാത്രിയും പകലും മാറി മാറി വരുന്നത്. അതായത് ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം അഥവാ റൊട്ടേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം. പകലിനും രാത്രിക്കും കാരണമാകുന്നത് ഭൂമിയുടെ ഭ്രമണവുമാണ്. ഓക്കെ, ഭൂമി ഭ്രമണം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഭൂമിയുടെ ഭ്രമണം എവിടെ നിന്നും എവിടേക്കാണ്? പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടാൻ കാരണം. യഥാർത്ഥത്തിൽ ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണവും പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് ആവശ്യമാണ്. ഇതാണ് ഒരു ദിവസം. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തീകരിക്കാൻ 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡും ആവശ്യമാണ്. ഇതാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത്, ഭ്രമണം ചെയ്യുന്നതിനോടൊപ്പം ഭൂമി എന്ത് ചെയ്യുന്നു? നിശ്ചിത പദത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഇതാണ് പരിക്രമണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു നിശ്ചിത സഞ്ചാര പദത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നത്. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ നമുക്ക് എത്ര വേണം? 365 ദിവസം വേണം. അതായത് നമ്മുടെ ഒരു വർഷം. ഇതിനെ നമ്മൾ ഒരു വർഷമായിട്ട് കണക്കാക്കുന്നു. ഭൂമിയുടെ പരിക്രമണത്തിന്റെ ഫലമായാണ് ഋതുക്കൾ അനുഭവപ്പെടുന്നത്. ഓക്കെ, സീസൺസ് ഉണ്ടാവാൻ കാരണം അല്ലെങ്കിൽ ഋതുക്കൾ ഉണ്ടാവാൻ കാരണം പരിക്രമണവും രാത്രിയും പകലും ഉണ്ടാവാൻ കാരണം ഭ്രമണവുമാകുന്ന കാര്യം നമ്മൾ ഇവിടുന്ന് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഇനി ഇടവപ്പാതി മഴ, അല്ലെ, സ്കൂൾ തുറന്ന് പുത്തനെടുപ്പുകൾ നനയ്ക്കുന്ന ഇടവപ്പാതി മഴ നമുക്കറിയാം. തെക്ക് പടിഞ്ഞാറ് മൺസൂണ്. അത് കഴിഞ്ഞ് ചിങ്ങമാസമായി കഴിഞ്ഞ ഐശ്വര്യത്തിന്റെ വിടവ്. നമ്മുടെ ഓണക്കാലം ചിങ്ങമാസത്തിലാണ്. കന്നിച്ചൂട് ആശ്വാസ പകർന്ന് നമ്മുടെ തുലാവർഷം. വടക്ക് കിഴക്കൻ മൺസൂൺ എത്തുന്നു. ഓക്കെ, വൃശ്ചികം ധനുമാസങ്ങൾ പ്രകൃതിയെ തണുപ്പിക്കുന്നു. മകരമാസത്തിലെ ചില വൃക്ഷങ്ങൾ ഇല പൊഴിയുന്നു കാണാം. കുംഭം, മീനം, മേടമാസങ്ങളിലെ അതിശക്തമായ ചൂടുകൊണ്ട് മിക്കവാറും ജലാശയങ്ങൾ വറ്റി വരളും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പറയൂ. ഇനി നമുക്കിവിടെ പറയുന്നത് എന്താണ് പരിക്രമണം എന്ന് പറയുന്നത്? ഒരു നിശ്ചിത സഞ്ചാരപഥത്തിലൂടെയുള്ള സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരത്തെയാണ് നമ്മൾ എന്ത് പറയുക? പരിക്രമണം എന്ന് പറയുന്നത്. ഇനി അടുത്ത്, ഭൂമിയുടെ സ്വയം അച്ചുതണ്ടിൽ അല്ലെങ്കിൽ സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. ഓക്കെ, അതെന്താണ്? പകലും രാത്രി ഉണ്ടാക്കുന്നു. ഓക്കെ, പകലും രാത്രിക്കും കാരണം എന്താണ്? ഭ്രമണമാണ്. ഋതുക്കൾ ഉണ്ടാകാൻ കാരണം പരിക്രമണമാണ്. ഈ ഒരു കാര്യം അവിടുന്ന് മനസ്സിലാക്കി വയ്ക്കുക. അത്രേ ഉള്ളൂ.
ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ദിനാന്തരീക്ഷ സ്ഥിതി. എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് നോക്കാം. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷാവസ്ഥയാണ് നമ്മൾ ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷാവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ എന്ന് പറയുന്നത്. നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നു. ഇപ്പൊ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കാൻ ആ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം എന്നിവയാണ് ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷാവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. എന്നാൽ കാലാവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരി ആണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഇനി എസ്.കെ. പൊറ്റക്കാടിന്റെ ഒരു ഭാഗം തന്നിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ കൃതിയായിട്ടുള്ള പാതിരാ സൂര്യന്റെ നാട്ടിൽ. ഓക്കെ, അപ്പൊ പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന സഞ്ചാര സാഹിത്യകാരനായിട്ടുള്ള എസ്.കെ. പൊറ്റക്കാടിന്റെ കൃതിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, എന്താണ് പാതിരാ സൂര്യന്റെ നാട്ടിൽ എസ്.കെ. പൊറ്റക്കാട്. ഇമ്പോർട്ടന്റ്. അപ്പൊ പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? നോർവേ ആണ്. യൂറോപ്പിന്റെ വടക്കു ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? നോർവേ സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ അധിക കാലവും മഞ്ഞുമൂടി കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസം പകലാണെങ്കിൽ 6 മാസം രാത്രിയുമായിരിക്കും. അപ്പൊ പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം നോർവേ ആണ്. 6 മാസം പകലും 6 മാസം രാത്രിയുമായിരിക്കും. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഇന്യൂട്ടുകൾ, സ്ലെഡ്ജുകൾ ആൻഡ് ഇഗ്ലു എന്താന്ന് മനസ്സിലാക്കാം. ധ്രുവ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് നമ്മുടെ ഇന്യൂട്ട് അഥവാ എസ്കിമോകൾ എന്ന് പറയുന്നത്. ഓക്കെ, ധ്രുവ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇന്യൂട്ട് അഥവാ എസ്കിമോകൾ എന്ന് പറയുന്നത്. ഇവര് വളർത്തു നായ്ക്കളെ വലിക്കുന്ന സഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന സംഭവമാണ് എന്ത് പറയുന്നത്? സ്ലെഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സ്ലെഡ്ജ് എന്ന് പറയുന്നത്. ഇനി ഇവർ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഇഗ്ലു എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. എന്താണ് ഇന്യൂട്ട് അല്ലെങ്കിൽ എസ്കിമോകൾ എന്ന് പറയുന്നതും ഇഗ്ലു എന്ന് പറയുന്നതും സ്ലെഡ്ജുകൾ എന്താണെന്നുള്ളതും കാര്യം നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് മരുഭൂമിയാണ്. രാത്രി താപം കുറവ്. ഓക്കെ, പകല് ഒരുപാട് ചൂട്, അങ്ങനെയുള്ള മരുഭൂമിയുടെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷം 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടന ഗ്ലാസ്ഗോ കാലാവസ്ഥ സമ്മേളനത്തിൽ വെച്ച് കെനിയയിൽ നിന്നുള്ള വിദ്യാർത്ഥിയായിട്ടുള്ള എലിസബത്ത് വാറ്റിയുടെ ലോക നേതാക്കളിൽ നിന്നാണ് ഒരു ഭാഗമാണ് അവർ പ്രസംഗിച്ചതിന്റെ ഒരു ഭാഗമാണ് പിന്നീട് തന്നിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. 2024 കോപ്പ് 29ന്റെ വേദി ഏതായിരുന്നു എന്നൊന്നും മനസ്സിലാക്കി വെക്കുക. തെറ്റില്ലല്ലോ. ഓക്കെ, അസർബൈജാൻ ആണ്. ഓക്കെ, അസർബൈജാൻ ആണ്. അവിടെ ബാക്കു. ഓക്കെ, ബാക്കു. ഇനി അടുത്തത് 2025 കോപ്പ് 30. അവിടെ നോക്കിക്കഴിഞ്ഞാൽ വേദി ഏതാണ്? ബെലേമാണ്. ബെലേം എവിടെയാണ്? ബ്രസീലാണ്. ഓക്കെ, വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടായ ഒരു സംഭവമാണ് കോപ്പ് 13 എന്ന് പറയുന്നത്. ഓക്കെ, അവിടുത്തെ ബ്രസീലത്തെ ആൾക്കാർ തദ്ദേശീയരാര് ഞങ്ങളുടെ മരങ്ങൾ വിൽക്കാനുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധമൊക്കെ നടത്തിയതാണ് കോപ്പ് 13 എന്ന് പറയുന്ന കാലാവസ്ഥ ഉച്ചകോടി സമ്മേളനത്തിൽ സംഭവിച്ചത്. അതൊക്കെ ഇപ്പൊ ഇനിയിപ്പോൾ നമുക്ക് പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കുക. 2024 കോപ്പ് 29 എന്ന് പറയുന്നത് അസർബൈജാൻ ബാക്കുല വെച്ചിട്ടായിരുന്നു അതിന്റെ വേദി. 2025 കോപ്പ് 13 അതായത് കാലാവസ്ഥ സമ്മേളനത്തിന്റെ വേദി ബെലേം അഥവാ ബ്രസീലാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അടുത്തത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ആഗോള താപനില ഉയരുന്നു, സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും, കാലം തെറ്റിയ മഴയും, മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലും, വരൾച്ച, ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുരുകൾ എന്നിവയൊക്കെ കാലാവസ്ഥാ വ്യതിയാനമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആഗോള താപനില ഉയരുക എന്നുള്ളൊരു കാരണം മൂലമാണ് നമ്മുടെ കൈകടത്തൽ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, ഇനി ഹരിത കേരളം മിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത് കേരള സർക്കാർ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാവുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനു വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിക്ക് ഉദാഹരണമാണ് നമ്മുടെ ഹരിത കേരളം മിഷൻ എന്ന് പറയുന്നത്. എന്താണ്? കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. അതിലൊന്നാണ് ഹരിത കേരളം മിഷൻ. ഹരിത കേരളം മിഷൻ എന്ന് പറയുന്നത് മണ്ണ് ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ഇമ്പോർട്ടന്റ്. എന്തിനൊക്കെയാണ്
ഏതൊക്കെയാണ്? മണ്ണ് ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിത കേരള മിഷനാണ്. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയവ ഹരിത കേരള മിഷന്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ്. ഓക്കെ, ഹരിത കേരള മിഷന്റെ കർമ്മ പരിപാടികളാണ് ഹരിത കർമ്മസേനയും പച്ചത്തുരുത്തും. ഇമ്പോർട്ടന്റ്. മണ്ണ് ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്കാണ് ഊന്നൽ നൽകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് PSCക്ക് ചോദ്യം ചോദിക്കാം, NCERT എവിടെ നിന്നും ചോദ്യം ചോദിക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പഠിച്ചു മുന്നേറുക.